ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ വരാനായിട്ട് പോകുന്നത്. നമ്മുടെ ജലജയ്ക്കൊരു പണി കിട്ടുകയാണ് കേട്ടോ. ജലജയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് ദേവയാനി. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള് എന്നും അബിയാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്നും ജലജയോട് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വിവരം പുറത്തറിയണ്ടെങ്കിൽ, നവ്യ ഇതറിയണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇനി അനുസരിക്കണം, അതേ നിനക്ക് മാർഗമുള്ളെന്ന് പറയണം. അങ്ങനെ ജലജയെ കൊണ്ട് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അടിച്ച് പുകയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചന്തുമോളുടെ ചില കാര്യങ്ങളൊക്കെ നോക്കാൻ ജലജയെ അങ്ങ് ഏൽപ്പിക്കുക. ജലജ ആകപ്പാടെ മടുത്ത് നിൽക്കുകയാണ്. അതേസമയം ദേവയാനി പറയുമ്പോൾ അനുസരിക്കാതിരിക്കാനും പറ്റുന്നില്ല കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ജലജ താഴേക്ക് ഇറങ്ങി വരുമ്പം അവിടെ ദേവയാനിയും നയനയും എല്ലാം ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വരുമ്പം തന്നെ നമ്മുടെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, മകന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൊച്ചിനെ നോക്കുന്ന പോലെ എൻ്റെ കൊച്ചുമോനെ നോക്കാൻ ഇവർക്കൊന്നും നേരെയില്ലല്ലോ. ഏത് സമയവും ചന്തുമോള്. നയനയ്ക്കാണെങ്കിലോ ഒരു മടിയില്ല. ഇങ്ങനെ ഒരുത്തി സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചിനെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് വളർത്തുന്നു. അതിനൊരു തടസ്സവും ഇല്ല. എന്തുമാത്രം സ്നേഹം അതിനോട് കാണിക്കുന്നത്. ഇവളെയൊക്കെ സമ്മതിച്ചേ മതിയാവുള്ളൂ. ഇവളെ ഒന്നും പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനന്തപുരിയിലെ അനന്തമായ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ അവൾ ആദർശിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവൻ്റെ ഈ തോന്നിയാസത്തിനൊക്കെ അവൾ കൂട്ടു നിൽക്കുന്നത്. ഈ സ്വത്തും പണവും മാത്രം മതി അവൾക്ക്. അതുകൊണ്ടാണ് നാണക്കെട്ട വർഗങ്ങൾ എന്നും പറഞ്ഞ് ജലജ ഇറങ്ങി വരിക. അപ്പം ജലജ അങ്ങ് ഇറങ്ങി വരുമ്പോഴേക്കും ഈ ചന്തുമോള് ഒരു പാവയെ വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊണ്ടു നിന്നിട്ട് ജലജയെ കാണിക്കുക. ജലജാമ്മേ ദേ അമ്മൂമ്മ കണ്ടോ, എൻ്റെ പുതിയ പാവയാ, ദേ ഇത് ഇങ്ങനെ ഒന്ന് കീ കൊടുക്കുമ്പം ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ആ കൊച്ച് കാണിക്കുകയാണ്. അപ്പം ജലജ നല്ല ദേഷ്യത്തിലല്ലേ. ജലജ പെട്ടെന്ന് തന്നെ ഈ പാവ എടുത്ത് വലിച്ചൊരു ഏറ് കൊടുക്കുക. എന്നിട്ട് പറയാണ്, നിൻ്റെ ഒരു പാവ, ഏറെ പണിയൊന്നുമില്ല. ഇവിടെ മനുഷ്യൻ്റെ നെഞ്ചു നികൃതി ഇരിക്കുമ്പോഴാണ് അവൾ കൊഞ്ചിക്കൊഴഞ്ഞ് കളിപ്പാട്ടമായിട്ട് വന്നിരിക്കുന്നു. ദേ നിൻ്റെ കളിപ്പാട്ടമൊന്നും എന്നെ കാണിക്കാൻ വരണ്ട കേട്ടോ. നിൻ്റെ അമ്മൂമ്മയും അതുപോലെ നയനാമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെ അങ്ങ് കാണിച്ചാൽ മതി. എൻ്റെ അടുത്തോട്ട് പറ്റിക്കൂടാ നീ വരണ്ട കേട്ടോ അസത്തെ എന്നും പറഞ്ഞ് ആ കൊച്ചിനെ പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ് കേട്ടോ. തള്ളു കൊടുക്കുമ്പോഴേക്കും കൊച്ച് കയ്യെ പിടിച്ച് ഒരു കടിയും കൊടുക്കുന്നുണ്ട് ജലജയുടെ. അപ്പോഴേക്കും കടി കിട്ടിക്കഴിയുമ്പോഴേക്കും ജലജ കൈ ഇങ്ങനെ കുടയും. അയ്യോ, ഈ പെണ്ണിനെ കടിച്ചതേ, ഈ അസത്ത് ഇവളെന്നെ കടിച്ചേ നാശം പിടിക്കാനായിട്ട്, ഇങ്ങനെ ഒരു കൊച്ച് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. എന്നിട്ട് ഒരു തല്ലൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചങ്ങ് ഓടി അങ്ങ് പോവാണ്. അപ്പോൾ ഇത് കാണുമ്പം നയനയ്ക്കൊക്കെ അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. കാരണം ഈ കൊച്ചിനെ പിടിച്ച് തള്ളി കിട്ടിയില്ലേ ജലജ. അപ്പോഴേക്കും നയന പറയുക, എന്താ അപ്പച്ചി ഈ കാണിക്കുന്നത്, അതൊരു കൊച്ചു കുഞ്ഞല്ലേ, ആ പരിഗണനയെങ്കിലും അതിന് കൊടുക്കണ്ടേ, എന്തിനാ ഇപ്പം അപ്പച്ചി അതിനോട് ദേഷ്യപ്പെടുന്നത്. ഞങ്ങളോടൊക്കെ അപ്പച്ചിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെക്കാതെ പെരുമാറിക്കോ, എന്തിനാ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിൽക്കുന്നത്. അപ്പോൾ ജലജ പറയാ, ഞാനിപ്പോൾ ആ കൊച്ചിനോട് പെരുമാറിയതാണ് കുഴപ്പം. നിങ്ങൾ കണ്ടില്ലേ, ദേ അവളെന്നെ കടിച്ച് ഈ പരുവാക്കിയിരിക്കുന്ന കണ്ടില്ലേ. നിങ്ങൾ എന്തെല്ലാം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. എവിടെയോ കിടന്നത് എണ്ടി തിരിഞ്ഞ് ഒരു കൊച്ചിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ രാജകുമാരിയായി വാഴിക്കുക. അഹങ്കാരം കൂടിപ്പോയി. ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും കൊഞ്ചിച്ചും അതിനെ അങ്ങ് വഷളാക്കി. അതിൻ്റെ തള്ളയോടെ ചാകാൻ കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ദേവേനി പറയാം, നിർത്തടി നിൻ്റെ അഹങ്കാരം നീ നിർത്ത്. ആ കുഞ്ഞിനോട് വെറുതെ വാശിക്ക് പോയിട്ടല്ലേ, അതിനെ തളയിട്ടിട്ടല്ലേ അത് പിടിച്ച് കടിച്ചത്. കടി കൊണ്ടെങ്കിൽ കണക്കായിപ്പോയി, അത് നീ കൊള്ളേണ്ടത് തന്നെയാണ്. അപ്പം ജലജ പറയാം, അതെ അത് ഞാൻ കൊള്ളേണ്ടത് തന്നെയാണ്, അല്ലേലും കൊള്ളാമല്ലോ. നിങ്ങൾ കണ്ടില്ലേ ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്, എന്തുമാത്രം ഉടുപ്പുകളും ഡ്രസ്സുകളും അതുപോലെ തന്നെ പാവകളും ഒക്കെയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ കൊച്ചുമോൻ ഇവിടെ ഉണ്ടല്ലോ, അനന്ത പത്മനാഭൻ, അതിനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ദേ ഇവള് ഈ നയന അവളുടെ ചേച്ചിയുടെ കുഞ്ഞല്ലേ, എന്നിട്ട് ആ പരിഗണന അതിന് കൊടുക്കുന്നുണ്ടോ? ഒരു നേരം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? നവ്യാണെങ്കിൽ ഇപ്പോൾ മോഡലിങ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങുകയാണ്. കൊച്ചിനെ വീട്ടിൽ ഇട്ടിട്ടാ പോകുന്നത്, ഞാനാ അതിനെ നോക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോന്നോ എടുത്തോന്നോ വല്ലതും നോക്കുന്നുണ്ടോ? അപ്പം ദേവയാനി പറയാം, ഓഹോ നിൻ്റെ മരുമോള് ഇറങ്ങി പോകുമ്പോഴേ നീയല്ലേ നോക്കേണ്ടത്. അവൾ മോഡലിംഗ് എന്ന് പറഞ്ഞു പോവുകയും പരസ്യത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്ത് കിട്ടുന്ന പണം നിൻ്റെ അബിയുടെയും കയ്യിലല്ലേ കൊണ്ട് തരുന്നത്. അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ നീയല്ലേ നോക്കേണ്ടത്, അല്ലാതെ മറ്റാരും അല്ലല്ലോ. നയന അതൊന്നും ഏറ്റിട്ടില്ലല്ലോ.
ഈ ചന്തുമോളെ എന്തായാലും ഞങ്ങൾ നോക്കും. നോക്കിക്കോ കിട്ടും അവസാനം. ഇതിനെല്ലാം കൂടി കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോവാണ് ജലജ അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ റൂമിൽ നവ്യുണ്ട് കേട്ടോ. അപ്പം നവ്യ ചോദിക്കുക, എന്താ ഒരു പ്രശ്നം അവിടെ, താഴെ എന്താ ഒരു ബഹളം കേട്ടതെന്ന് ചോദിക്കുമ്പം ജലജ പറയാ, അത് പിന്നെ പറയാനുണ്ടോ, എല്ലാത്തിനും കാരണം ആ ചന്തുമോള്, ആദർശിൻ്റെ അവിഹിതത്തിലുണ്ടായ സന്തതി. അതിനെന്തിനാ ഇവിടെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. നിന്റെ കൊച്ചുണ്ടല്ലോ അനന്തപത്മനാഭൻ, അവന് കൊടുക്കാത്ത പ്രാധാന്യം ആ കൊച്ചിന് ഈ വീട്ടിലുള്ളവരെല്ലാവരും കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഏടത്തിയും നയനിയും ഒക്കെ കൂടി പോയി കുറേ കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി അതിന് കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം എടുത്ത് എന്നെ കാണിക്കാനായിട്ട് വന്നതാ. ഞാൻ മേടിച്ചതങ്ങ് എറിഞ്ഞു. ആ കൊച്ചെൻ്റെ കയ്യിലും കയറി കടിച്ചു. ദേ നീ കണ്ടോ പാട്, ആ പെണ്ണ് കടിച്ചതാ. ഞാൻ എന്താ ചെയ്യേണ്ടത്, അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നവ്യ പറയാം, ഇതങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. ആ കൊച്ചു കയറി അമ്മയുടെ കയ്യിൽ കടിച്ചിട്ട് അവരാരും ഒന്നും മിണ്ടിയില്ലേ, അതിനെ ഒന്ന് വഴക്ക് പോലും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, അവളെ വഴക്കും പറഞ്ഞില്ല, ഒന്നുമില്ല, പുന്നാരിപ്പിച്ച് വച്ചിട്ടുണ്ട്. അല്ലേലും നമ്മളൊക്കെ രണ്ടാം കിടക്കാരാണല്ലോ. നിന്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും അതുങ്ങൾ നോക്കുന്നില്ലല്ലോ. നിന്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒന്ന് എരിവ് കയറ്റി വിടുക. അപ്പം നവ്യക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. നവ്യ പറയാം, അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ, ഇത് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് നവ്യ പോവുക. അപ്പം നവ്യ പോകുമ്പോഴേക്കും ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, വളരെ നന്നായി, അവൾ പോണം, അവൾ ചെന്ന് അവിടെ ഒരു ശകലം പ്രശ്നം ഉണ്ടാക്കണം, അതെനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പുറകെ തന്നെ പോവുക. നവ്യ എവിടെ ചെന്ന് അടിയുണ്ടാക്കുന്നതാണ്. നവ്യ നേരെ നയനയുടെയും ദേവയാനിയുടെയും അടുത്ത് ചെല്ലുക. എന്നിട്ട് നയനയോട് ചോദിക്കുക, എടി നയനെ, നീ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പം നയന് ചോദിക്കുക, എന്താ ചേച്ചി, ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അല്ല, അബിയുടെ അമ്മയുടെ കയ്യിൽ ആ കൊച്ച് കടിച്ചിട്ട് നീ നോക്കി നിന്നോ? അവളെ പിടിച്ച് 2 എണ്ണം പൊട്ടിക്കണ്ടായിരുന്നോ? എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? അപ്പം നയന പറയാ, അത് ചന്തുമോള് കടിച്ചെങ്കിൽ അതിന് കാരണമുണ്ട്. നിന്റെ അമ്മായിയമ്മ അതിനോട് അങ്ങനെ പെരുമാറിയപ്പം അത് കൊച്ചല്ലേ, അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അതിനിപ്പോൾ ചന്തുമോളെ പിടിച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലേലും അങ്ങനെയാ, ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ. ഇനിയിപ്പം നിന്റെ വയറ്റിലൊരെണ്ണം ഉണ്ടല്ലോ, അത് പുറത്ത് വരുമ്പം ഇതിനോട് ഈ സ്നേഹം തന്നെ നീ കാണിക്കണം. നിനക്ക് അന്ന് മനസ്സിലാവും നയനെ ഈ കൊച്ചിനെ കൊണ്ടുള്ള ഉപദ്രവം. ഇപ്പം തന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. എത്ര അനാഥാലയങ്ങളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്, എവിടെയെങ്കിലും കൊണ്ട് വിട്ടുകൂടെ നിനക്ക്? ഇനിയിപ്പം നിന്റെ സ്വന്തം കുഞ്ഞു വരുമ്പം ഇതിനെ ഇതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുമോ? നിന്റെ സ്വന്തം കുഞ്ഞിന് ഉപദ്രവമാകും ഇതിനെ കൊണ്ട്. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. അപ്പം നയന് പറയാം, നിർത്തി ചേച്ചി, ഈ വർത്തമാനം ഇനി ഇവിടെ പറയണ്ട. ചന്തുമോൾ അനാഥാലയത്തിൽ വളരേണ്ട കുഞ്ഞല്ല, ചന്തുമോൾ ഈ വീട്ടിൽ തന്നെ വളരേണ്ട കുഞ്ഞാണ്. അതിനെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടിട്ടുള്ള ഒരു സുഖവും വേണ്ട എൻ്റെ കുഞ്ഞിന്. അപ്പം നവ്യ പറയാം, ശരി, ഇതൊക്കെ ഇപ്പം പറയും, നമുക്ക് കാണാം കുറച്ചുകൂടെ കഴിയുമ്പം. നീ തന്നെ ഇവളെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ വിടും. എന്തിനാ നാശം പിടിച്ച കൊച്ച്, 2 എണ്ണം കൊടുക്കട്ടെ അതിനിട്ട് എന്നും പറഞ്ഞ് നവ്യ ചെയ്യുന്ന ചന്തുമോക്കിട്ട് 2 എണ്ണം കൊടുക്കുക. ചന്തുമോള് പാവം കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ, എന്നെ തല്ലല്ലേന്ന്. നീ ഇനി ആരെങ്കിലും കടിക്കോടി, നിന്റെ പല്ല് ഞാനിങ്ങ് പറിച്ചെടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നവ്യ അതിനെ ഇട്ട് പേടിപ്പിക്കുക. ആ ചന്തുമോളാണെങ്കിൽ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ ദേവയാനിയും നയനയും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യ മാറിക്കേ, ഇനി ചന്തുമോളെ നീ തല്ലരുതെന്ന് പറഞ്ഞ് ദേവയാനി ചന്തുമോളെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, മോള് കരയണ്ട കേട്ടോ, ആ ആൻറ്റിക്ക് ദേഷ്യം വന്നിട്ട് ചെയ്യുന്ന ആ ആൻറ്റിക്ക് പണി കിട്ടും, ഓക്കിക്കോ എന്ന് പറയുക. അങ്ങനെ നവ്യ തുള്ളിച്ചാടി അങ്ങ് പോവുക ചന്തുമോളെ തള്ളിയേച്ച്. അപ്പം ജലജ ഇതെല്ലാം കണ്ട് നിൽക്കുക. ജലജയ്ക്ക് അങ്ങ് നിർവൃതി അടയുക. ഇത്രയൊക്കെ അടിയ സംഭവം അവിടെ ഉണ്ടായി, കൊച്ചിനിട്ട് 2 എണ്ണം പൊട്ടിച്ചല്ലോ നവ്യാന്ന് ഓർത്തിട്ട് ജലജ അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ജലജയോട്, ദേവയാനി, നീ ചെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവളിപ്പം വന്ന് തല്ലിയത്. ഇപ്പം നിന്റെ രക്ഷക നിന്റെ മരുമോളല്ലേ, ഇത്രയും നാളും അവളെ എങ്ങനെ കൊല്ലാന്ന് വെച്ചാൽ നീ നടക്കുകയായിരുന്നു. ഇപ്പം എരിവ് കയറ്റി വീട്ടിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നീ വഴക്കുണ്ടാക്കിക്കോ, പക്ഷേ ഈ പാവം കൊച്ചിനോട് വേണ്ട കേട്ടോ, ഒന്നും അറിയാൻ മേലാത്ത ഈ കൊച്ചു കുഞ്ഞിനോട് വഴക്കും പോരും ഒന്നും വേണ്ട ജലജ പറയും, ഒന്നും അറിയാൻ മേലാത്തവള്, കയ്യെ പിടിച്ച് കടിക്കാനൊക്കെ അവൾക്ക് അറിയാം, 2 എണ്ണം കിട്ടിയെങ്കിൽ അത് കണക്കായിപ്പോയി, ഇനി അവൾക്ക് കിട്ടണം എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി പറയാ, എടി ജലജെ, നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ച് മുറിക്കകത്തോട്ട് കയറ്റിയിട്ട് വാതിലങ്ങ് അടയ്ക്കുക. വാതിലടച്ചിട്ട് ദേവയാനി ചോദിക്കുക, നിനക്ക് ഇനി ചന്തുമോളെ തല്ലണമെന്നുണ്ടോ? നീയും ചെയ്യുന്ന എന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയാം. എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഈ പെണ്ണിനെ തല്ലുകയല്ല, ഇവിടുന്ന് ഞാൻ ഇറക്കി വിടും. രായ്മാനം ഈ അനന്തപുരി, നീ ചന്തുമോള് പറക്കും, നിങ്ങൾ നോക്കിക്കോ, ഇവളിവിടെ നിൽക്കില്ല, അതിനുള്ള പണിയൊക്കെ ഞാൻ ഇവക്ക് തന്നെ കൊടുക്കും എന്ന് പറയാണ്.
അപ്പോഴേക്കും ദേവയാനി പറയാം, എന്നാ ജലജേ നിന്റെ ഇത്രയും അഹങ്കാരം തീരാനേ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറയാമെന്ന് പറയാ. അപ്പോൾ ജലജ പറയാ, എന്ത് കാര്യം പറയാനാ? ഈ പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും. ഈ കുടുംബം ഞാൻ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന വിഷവിത്ത്. എൻ്റെ കൊച്ചുമോനില്ലാത്ത പരിഗണനയാണ് ഇവിടെ എല്ലാവരും കൊടുക്കുന്നത്. ഇക്കണക്കിന് ഈ സ്വത്ത് മുഴുവൻ ഈ പെണ്ണിൻ്റെ പേരിൽ കൊടുക്കുമല്ലോ. ആദർശ അവിഹിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞാണെങ്കിലേ അതിനെ നോക്കേണ്ട കാര്യം നിങ്ങൾക്കേ ഉള്ളൂ, എനിക്കില്ല. ഈ വീട്ടിൽ ഈ പെണ്ണ് വന്നപ്പോൾ തൊട്ട് മനസ്സമാധാനം ഇല്ല. ഇതിന് ഞാൻ വല്ല വിഷം കലക്കി കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഒറ്റ അടി കൊടുക്കുക ജലജയ്ക്കിട്ട്. ജലജ ആ കട്ടിലേക്ക് മറിഞ്ഞു വീഴുക. എടി ജലജെ, ഇനി നിന്നോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം. നീ ഇപ്പം ഇത്രയും അഹങ്കാരത്തോടു കൂടി ഇവിടെ സംസാരിച്ചില്ലേ, അതിന് നിനക്ക് അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ കുഞ്ഞിൻ്റെ അച്ഛനെ ആദർശല്ല, നിന്റെ മോൻ അഭിയ എന്ന് പറയാ. അപ്പം ജലജ ഞെട്ടിപ്പോയിട്ട് പറയും, ഓ വീണ്ടും ഇനി അബിയുടെ തലയിലേക്ക് എല്ലാം വെച്ച് കെട്ടുകയായിരിക്കല്ലേ. അബിയാണെങ്കിൽ പിന്നെ നിങ്ങളാരും എന്താ അബിയുടെ കുഞ്ഞാണെന്ന് പറയാത്തത്? ആദർശിൻ്റെ തന്നെ കുഞ്ഞാണെന്ന് അവനും നയനെയൊക്കെ അംഗീകരിച്ചല്ലേ. പിന്നെ ഇപ്പം എന്തിനാ പാവം അബിയുടെ തലയിലേക്ക് ഇത് വയ്ക്കുന്നത്? അപ്പം ദേവയാനി പറയാണ്, എടി നിന്റെ മകൻ അബിയുടെ കുഞ്ഞ് തന്നെയാണ് ഇത്, അതിനൊരു സംശയവുമില്ല. അതിന് DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നയനയുടെ ആദർശിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അവരെന്തൊക്കെ വന്നാലും ഇത് പുറത്ത് കാണിക്കാനൊന്നും പോകുന്നില്ല. എന്താണെന്ന് നിനക്കറിയാവോ? നിന്റെ മകൻ്റെ കുടുംബം തകരാതിരിക്കാനും ഈ വീട്ടിൽ അവൻ തലയുയർത്തി നിൽക്കാനും വേണ്ടിയിട്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ ഉണ്ടല്ലോ, ആ അനഘയെ ഉപദ്രവിച്ചതിന് നിന്റെ മകൻ ഇനിയും അഴിയെണ്ണും. അതും വർഷങ്ങളോളം ഒരു പെണ്ണിനോട് ചെയ്ത ക്രൂരതയ്ക്ക്. ഇപ്പോഴും ആ അനഘ ഈ അവസ്ഥയിൽ കിടക്കുന്നതിന് കാരണേ നിന്റെ മോനാ, അല്ലാതെ ആദർശല്ല. ആദർശം നയനയും ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്തതാ. നിന്റെ മകൻ്റെ കുഞ്ഞാണ് ഈ ചന്തുമോളെന്നറിയുമ്പം ഇപ്പം നിന്നെയും നിന്റെ മകനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നവളുണ്ടല്ലോ നവ്യ, അവൾ എങ്ങനെയാ പെരുമാറാൻ പോകുന്നതെന്ന് നിനക്കറിയോ? നിന്റെ മകനെ വെട്ടിക്കൊന്നിട്ട് അവൾ പോകും. അത് നിനക്ക് കാണണമെന്ന് ചോദിക്കുക. അപ്പം ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പം ജലജ അങ്ങ് സ്തംഭിച്ച് നിൽക്കുക. അപ്പോൾ ദേവയാനി പറയാം, ഇപ്പം മനസ്സിലായില്ല സത്യം. ഈ സത്യം എല്ലാവരും അങ്ങ് മറച്ചു വച്ചിരിക്കുന്ന കാരണം അവൻ്റെ കുടുംബം തകരാതിരിക്കാൻ, നവ്യയും കുഞ്ഞിനെ ഓർത്തിട്ട്. അതുകൊണ്ട് മോളെ, ഇനിയിപ്പം ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ അത് നീ അങ്ങ് അനുസരിക്കണം. അതേ നിനക്ക് മാർഗമുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ രഹസ്യം നിന്റെ മരുമകളും അറിയും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നീ തന്നെ ഓർത്തോണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കും നീ ഇനി മുതൽ ഈ വീട്ടിൽ. നിന്നോട് ഈ രഹസ്യം പറഞ്ഞെന്ന് ഞാൻ മറ്റാരോടും പറയുന്നില്ല എന്ന് പറയാം. അപ്പം ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്നിട്ട് ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. ചന്തുമോൾ അഭിയുടെ കുഞ്ഞാണോ എന്നൊക്കെ വിചാരിച്ച്, എൻ്റെ പേരക്കുട്ടിയാണോ? ചിലപ്പോൾ ആയിരിക്കും. അവൻ്റെ സ്വഭാവം വച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയൊന്നും അംഗീകരിക്കില്ല. ഇത് ചിലപ്പം നവ്യയും കുഞ്ഞിനെയും ഓർത്തിട്ടായിരിക്കും ഇവരെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ അറിഞ്ഞ വിവരം പുറത്ത് ആരും അറിയണ്ട. ചന്തുമോള് എന്നൊക്കെ പറഞ്ഞ് ചന്തുമോൾ ഇങ്ങനെ ഓർക്കുക. അത് നടന്നു വരുന്നതും എടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർക്കുക ജലജ ഞെട്ടിപ്പോവാ. അപ്പോൾ ദേവയാനി പറയാ, എടി ജലജെ, ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായല്ലോ, ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവരുതെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാം, ശരിയാ ഏടത്തി പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. ഇതൊന്നും നവ്യയോട് പറയാൻ പോകണ്ട. ഇപ്പം തൽക്കാലം നവ്യ ഇതൊന്നും അറിയിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ജലജയും ദേവയാനിയും കൂടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ദേവയാനി പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് കണ്ട് ജീവിച്ചോളാന്ന് ജലജ പറയാണ്. അങ്ങനെ ആരും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ജലജയ്ക്ക് ദേവയാനിയോട് പേടിയും ഭയവും ഭക്തിയൊക്കെ ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ജലജ. അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നന്ദുവിനെ അനിയാണ് കേട്ടോ. അപ്പം നന്ദുവും അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് കണ്ട് തന്നെ. അനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്നാൽ അനി അതൊന്നും തുറന്ന് പറയുന്നുമില്ല. അനിയാണെങ്കിൽ നവീന് വേണ്ടി പറയാനാണെന്നുള്ള ഭാവേനയാണ് കേട്ടോ നന്ദുവിനെ പോയി കാണുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു, നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വീട്ടുകാരിപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന്. വലിയച്ഛനും അച്ഛനും കൂടി പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് മറ്റൊരു വിവാഹം ആലോചിക്കാം, അല്ലാതെ പറ്റില്ല. ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല എന്ന്. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദു പറയുക, നീ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു? ഈ നമ്മുടെ വിവാഹം നടക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. സാരില്ലെന്നേ, നമുക്കിങ്ങനെ കുറച്ച് നാളൊക്കെ പ്രേമിച്ച് നടക്കാം. അതിനൊക്കെ ശേഷം എല്ലാവരുടെയും സമ്മതമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അത് നടത്താനേ എന്ന് പറയുമ്പം അനി ചോദിക്കുക, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും നല്ല ആലോചന നിനക്ക് വന്നാൽ നീ അയാളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെന്താ അനി അങ്ങനെ ഒരു ചോദ്യം? വേറെ ഏത് നല്ല ആലോചന എനിക്ക് വരാനാ?
അല്ല, അതുപോലെ എന്തെങ്കിലും ഒരു നല്ല ആലോചന വന്നാൽ നിന്റെ വീട്ടുകാരതിന് സമ്മതിച്ചാൽ അത് നടത്തണമെന്ന് നിർബന്ധിച്ചാൽ നീ അതിന് വഴങ്ങുമെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുക, അതൊക്കെ ഒരു കൺഫ്യൂഷനായ കാര്യമാണല്ലോ അനി. ഇപ്പം നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട, വേറെ ആലോചനയൊന്നും വന്നിട്ടുമില്ല, അങ്ങനെയൊന്നും വരാനും പോകുന്നില്ല. അതുകൊണ്ട് നീ അതൊന്നും ചിന്തിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട, നമ്മുടെ കാര്യം തന്നെ നടക്കും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നന്ദു തന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ് നവീൻ്റെ കാര്യം കേട്ടോ. നവീനേട്ടനെ കാണാറുണ്ടോ, നീ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസവും നവീനെ കണ്ട് സംസാരിച്ചിരുന്നു എന്ന് പറയാം. നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക നന്ദുവിനോട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല, ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കണ്ടിരുന്നു, സ്റ്റേഷനിൽ വന്നിരുന്നു, അപ്പം കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്ന് പറയുക. അപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, എടി അപ്പം എന്താ നിന്നോട് സംസാരിച്ചത്, എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കാം. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്ത് പേഴ്സണലായിട്ട് സംസാരിക്കാനാ, സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ കേസിൻ്റെ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്, ഒരു പ്രതിയുടെ കാര്യത്തിന് വേണ്ടി വന്ന ജാമ്യത്തിനായിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചു പോന്നു, അല്ലാതെ അവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ആ പിന്നെ നീ ആ കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുത്തോ? നവീനേട്ടൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മളോട്? അന്ന് നിന്നോടത് കണ്ടുപിടിക്കണമെന്ന് നവീൻ്റെ ഏട്ടൻ വീട്ടുകാരും പറയുകയും ചെയ്തു. നീ അത് കണ്ടുപിടിച്ചോ? നിനക്ക് പുള്ളിയോട് ചോദിച്ചുകൂടായിരുന്നോ ഏത് പെണ്ണാണെന്ന്? അപ്പം അനി പറയാണ്, ഏകദേശമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏത് പെണ്ണാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബന്ധം നവീനേട്ടൻ അത്ര ചേരുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പം നന്ദു പറയാ, അതെന്താ ചേരുന്നില്ല എന്ന് തോന്നുന്നത്? നവീനേട്ടന് ഇഷ്ടമുള്ള ബന്ധമാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കാവുന്നേ, അതൊക്കെ പിന്നെ അങ്ങ് ചേർന്ന് പൊക്കോളും. അപ്പം അനി പറയാ, ഏയ് അങ്ങനൊന്നുമല്ല, അത് ആ ബന്ധം നവീനേട്ടൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അവരുടെ അമ്മയ്ക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് വലിയ ബലമൊന്നും കൊടുക്കാത്തത്. അതങ്ങ് മുടങ്ങി പോവാണെങ്കിൽ പോട്ടാ നന്ദു. അപ്പോൾ നന്ദു പറയാം, അയ്യോ അനി, നീ എന്താ പറയുന്നത്? നമ്മുടെ കാര്യം നിനക്കറിയില്ലേ, നമ്മൾ രണ്ടുപേരും പ്രണയിച്ചിട്ട് നമ്മുടെ വിവാഹം മുടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ വിഷമം അറിയില്ലേ? അവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? നവീനേട്ടന് ആ പെൺകുട്ടിയോട് ജീവനായിരിക്കില്ലേ? പിന്നെ ആ വിവാഹം നടക്കാതെ വരുമ്പം അവർ രണ്ടുപേരും എത്രമാത്രം വിഷമിക്കും. നവീനേട്ടൻ അങ്ങനെ വിഷമിക്കുന്ന കാണാൻ നിനക്ക് സന്തോഷമാണോ? വീട്ടുകാരുടെയൊക്കെ സമ്മതം ഉണ്ടാവൂന്നേ, നമ്മൾ ഏത് വിധേനയും അത് നടത്തി കൊടുക്കാൻ നോക്കണം അനി എന്ന് പറയാം. അപ്പോൾ അനിയുടെ നെഞ്ചിലൊരു തീയൊക്കെ ആളുന്ന പോലെ തോന്നുക. അനിയപ്പം നന്ദുവിനോട് പറയുന്നുണ്ട്, ആ നന്ദു ശരി, ഞാനെന്നാൽ പോവാണ്, ഇപ്പം ഞാൻ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, ഇപ്പോൾ ഒരു താൽക്കാലിക MD ആയിട്ട് ഇരിക്കുകയാണ്, 2 ആഴ്ചത്തേക്കെങ്കിലും ആണെങ്കിലും ഞാൻ MD അല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലുണ്ടെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരി അനി, നീ ചെല്ല്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കെന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതേസമയം അനന്തപുരിയിൽ ആണെങ്കിൽ ജലജയും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി ജലജയോട് പറയാം, ജലജെ നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ജലജ നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ ചെല്ലുകയാണ് കേട്ടോ. ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, ജലജെ നീ ഇന്ന് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, നയന ഗർഭിണിയല്ലേ, അവൾക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചന്തുമോളെ നീ ഇപ്പോൾ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം എന്ന് പറയാണ്. കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊണ്ടുവരണമെന്ന് പറയാം. അപ്പം ജലജ പറയാ, ഞാനോ ഈ കൊച്ചിനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊണ്ടുവരാനോ? ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, എനിക്കൊന്നും പറ്റില്ല ഈ കൊച്ചിനെ കുളിപ്പിക്കാൻ, പിന്നെ അതെൻ്റെ കയ്യിൽ കടിച്ചു പറിച്ചതാ. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാം, ചന്തുമോളെ ഇനി ചന്തുമോള് ജലജമ്മയെ ഉപദ്രവിക്കുമോ? ഇല്ലല്ലോ. ജലജമ്മയുടെ കയ്യിൽ കയറി കടിക്കുമോ? അപ്പോൾ ചന്തുമോൾ പറയാം, ഇല്ല, ഇനി ചന്തുമോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ജലജമ്മയെ മോക്ക് ഇഷ്ടമല്ലേ? അപ്പം പറയാണ്, എനിക്ക് ഇഷ്ടമാ, പക്ഷേ എനിക്ക് പേടിയാ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറഞ്ഞു കൊടുക്കുക, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ജലജാമ്മ ഇനി മോളെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയുക. അപ്പോൾ ജലജ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം ജലജയോട് പറയുന്നുണ്ട്, നീയേ ചന്തുമോളെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കുക എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഞാൻ കുളിപ്പിച്ചോളാം ചന്തുമോളെ, എനിക്കത്ര കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വേണ്ട നയനെ, ഞാനാ പറഞ്ഞത്, ഞാൻ ജലജയോടെ പറഞ്ഞത്, അവൾ തന്നെ ഇന്ന് ചന്തുമോളെ കുളിപ്പിച്ചൊരുക്കണം എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇത് വലിയ കഷ്ടമായല്ലോ. അപ്പോൾ ദേവയാനി പറയാം, എന്താ ജലജെ, നിനക്ക് മടിയുണ്ടോ? ചന്തുമോളെ ഇന്ന് കുളിപ്പിച്ചൊരുക്കാൻ നിനക്ക് മടിയുണ്ടോ? അപ്പോൾ ജലജ പറയാം, ഇല്ല, ഞാൻ ചെയ്തോളാം, ഞാൻ കുളിപ്പിച്ചോളാം ചന്തുമോളെ, വാ മോളെ ഞാൻ കുളിപ്പിക്കാം എന്നും പറഞ്ഞ് ചന്തുമോളെ വിളിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയും അതുപോലെ നയനിയൊക്കെ.
അപ്പോൾ ദേവേനി ഇങ്ങനെ നല്ല പണി കൊടുത്തല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക. ചന്തു മോളെ ബാത്റൂമിൽ കൊണ്ടുപോയി സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന സമയത്താണ് ചന്തു മോള് നന്നായിട്ട് സോപ്പും പതയൊക്കെ ജലജയുടെ മേത്തേക്ക് ഇടുകയും വെള്ളമൊക്കെ കോരി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിൽ സഹിച്ച് പെറുക്കി കുളിപ്പിച്ച് കൊണ്ടുവന്നു പൗഡറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്